നമസ്കാരം. മതസംഘടനകൾക്കെതിരെ ആഞ്ഞടിച്ച് എം.എ. ബേബി രംഗത്ത്. സൂംബ വിഷയത്തിൽ പ്രതികരിച്ച മുസ്ലിം മതസംഘടനകളെയാണ് അടച്ചാക്ഷേപിച്ചുകൊണ്ട് എം.എ. ബേബി രംഗത്ത് വന്നത്. മതസംഘടനകൾക്ക് സമൂഹത്തിലെ കാര്യങ്ങളിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും അഭിപ്രായം പറയാൻ അവകാശമുണ്ടെങ്കിലും ആജ്ഞാപിക്കാൻ പുറപ്പെടരുതെന്ന് CPM ജനറൽ സെക്രട്ടറി എം.എ. ബേബി പറഞ്ഞു. ഈ സമൂഹത്തിൽ എല്ലാവരും ഒരുമിച്ചാണ് ജീവിക്കുന്നത് എന്നും പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞുങ്ങൾ ശാരീരിക മാനസിക കരുത്തുള്ളവരാകണമെന്നും ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം ഇടപഴകി മനസ്സിലാക്കി വളരുമ്പോഴാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കുറയുന്നത് എന്നുമാണ് ബേബി വ്യക്തമാക്കിയത്. സംസ്കാര സമ്പന്നമായ ആധുനികമായ സമൂഹമായിട്ടാണ് ഭാവി തലമുറ വളരുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം, നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നും 22ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാലമാണ് ഇത് എന്നും അഭിപ്രായപ്പെട്ടു. അത്തരമൊരു കാലത്ത് സൂംബ കായിക പരിശീലനം പോലുള്ള പരിപാടികൾ തെറ്റാണ്, പാടില്ല എന്ന് പറയുന്നത് വിദണ്ഡാവാദമാണ്. അങ്ങനെ വാദിക്കുന്നവർ ആത്മപരിശോധന നടത്തണം. ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൽ മതം വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നും എം.എ. ബേബി അഭിപ്രായപ്പെട്ടു. ഓരോ മതത്തിന്റെയും സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും മതാചാര പ്രകാരമുള്ള വിദ്യാഭ്യാസം പ്രത്യേകം നടത്താമെന്നും അവർക്കതിനുള്ള അവകാശമുണ്ട് എന്നും പറയുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസം എന്നത് മതനിരപേക്ഷ രാഷ്ട്രത്തിന് അനുയോജ്യമായ വിധത്തിലായിരിക്കണം സർക്കാർ നൽകേണ്ടതെന്നും ബേബി അഭിപ്രായപ്പെട്ടു. സൂംബ പോലുള്ള നൃത്ത പരിപാടികൾ ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്നുവെന്നും രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ ഉന്നതമായി ചിന്തിക്കണമെന്നും സംസ്ഥാന നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ഉൾപ്പെടെയുള്ള പല മതസംഘടനാ നേതാക്കന്മാരും കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നതിനെതിരെയാണ് എം.എ. ബേബി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മുസ്ലിം മതവിഭാഗങ്ങൾ അതിരൂക്ഷമായാണ് സൂംബ നൃത്തത്തിനെതിരെ പ്രതികരിച്ചത്. ഏകപക്ഷീയമായി ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് സംഘടനകളുടെ തീരുമാനം. സൂംബ നൃത്തം എന്ന് പറയുന്നത് കൊളംബിയ എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് കായികക്ഷമതാ പരിശീലനത്തിനായി വികസിപ്പിച്ചെടുത്തതാണ്. ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സൂംബ നൃത്തം ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ ഗാനങ്ങളെയൊക്കെ ആസ്പദമാക്കി കൂടി കായികക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ശാരീരിക വ്യായാമങ്ങൾ ചെയ്യാനാണിത് എന്ന് എം.എ. ബേബി വ്യക്തമാക്കി. അതേസമയം സൂംബ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു. സ്കൂളിൽ നടത്തുന്നത് ലഘു വ്യായാമമാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകളിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായും പങ്കെടുക്കണം. കായിക വിനോദങ്ങളിൽ ഉൾപ്പെടുന്നത് കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷം വളർത്താൻ സഹായിക്കും. ഇത് അവരുടെ പഠനത്തെയും വ്യക്തിത്വ വികാസത്തെയും സ്വാധീനിക്കും. കേരളത്തിലെ 90% വിദ്യാലയങ്ങളിലും സൂംബ ഉൾപ്പെടെയുള്ള കായിക വിനോദങ്ങളുടെ റിഹേഴ്സൽ നടന്നു വരികയാണ്. ഇത്തരം ആരോഗ്യകരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ, എയറോബിക്സ്, യോഗ തുടങ്ങിയ കായിക വിനോദങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ ചില കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിനു പകരം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും ചെയ്യുമെന്നും മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സ്കൂളുകളിൽ സൂംബ പരിശീലനം നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല എന്ന കടുത്ത നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. തെറ്റിദ്ധാരണയുണ്ടായെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോൾ തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കി. സ്കൂളുകളിൽ നടക്കുന്നത് ലഘുവ്യായാമമാണെന്നും കുട്ടികൾ യൂണിഫോമിലാണ് ഇത് ചെയ്യുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചിരുന്നു. അല്പവസ്ത്രം ധരിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ജീവിത വ്യവഹാരങ്ങളിലും ബോധമണ്ഡലങ്ങളിലും സമഗ്രാധിപത്യം സ്ഥാപിച്ച് പൊതുജനാരോഗ്യത്തിനും സാമൂഹിക പുരോഗതിക്കും കടുത്ത വിഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം യുവതലമുറ അടക്കമുള്ള സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സുശക്തവും കാര്യക്ഷമതവുമായ പ്രതിരോധ മാർഗങ്ങൾ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഫലപ്രദമായി നടപ്പിലാക്കുന്ന പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന തരത്തിലേക്ക് രാഷ്ട്രീയ ചിന്തകൾ മാറ്റിവെച്ച്, മതചിന്തകൾ മാറ്റിവെച്ച് സമൂഹത്തിന്റെ ഉന്നമനത്തിനായി കാഴ്ചപ്പാടുകൾ മാറേണ്ടിയിരിക്കുന്നു.